ഈ വീഡിയോയിൽ ഓൾ ഓപ്ഷൻസ് ഓൺ ദ ടേബിൾ ഫോർ ഇറാൻ. ഇറാനിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടേബിളിൻ്റെ മേളിൽ ഓപ്പൺ ആണ്. ഇറാനാണ് ഇനി മുന്നോട്ട് വരേണ്ടത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല, ഇറാനെ മാനമര്യാദയ്ക്ക് വന്ന് ന്യൂക്ലിയർ ഡീലിൽ ഒപ്പുവയ്ക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇറാൻ ആണെങ്കിൽ എന്താണ് പറയുന്നത് പറഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങനെ ഒരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഷർ പോളിസി നിലവിൽ നിൽക്കുമ്പം ഞങ്ങൾക്ക് ഈ ഒരു ന്യൂക്ലിയർ ഡീലിൽ വന്ന് സൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ട്രംപ് അത് കൂടാതെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുമില്ല, ഇസ്രായേലിനെ കൊണ്ട് ബോംബിടണോ അല്ലെങ്കിൽ നിങ്ങൾ വന്ന് ന്യൂക്ലിയർ ഡീലിന് സൈൻ ചെയ്യുന്നോ എന്നുള്ളൊരു ടോണിലും കൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പെസസ്ക്യാൻ എന്ന് പറഞ്ഞ അവിടുത്തെ പ്രസിഡന്റിന് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷേ അവിടുത്തെ ഖമനേയി ടീമുകൾ ഇതിനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ ആവശ്യമില്ലാതെ മസിൽ പിടിക്കുകയാണ്, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഹൈ പ്രഷർ പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പൊ വീണ്ടും സാങ്ഷൻ ചെയ്തിരിക്കുകയാണ് കുറെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രാജ്യങ്ങളിലുള്ള ഷിപ്പുകളാണോ പോകുന്നത് അവിടെ എല്ലാം തന്നെ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നീക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ ഓയിൽ ട്രേഡിൽ ഇത് കാര്യമായ കുറവ് രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത് ഏകദേശം ട്രംപിന്റെ ഭരണകൂടം 2020 ഇറങ്ങുന്ന സമയത്ത് എന്തായിരുന്നോ ആ ഒരു നിലവാരം ഇറാന്റെ ഓയിൽ ട്രേഡ്, അതിനേക്കാളും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. വളരെ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് ആക്സിയോസ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിന് വേണ്ടിയിട്ട് ഇറാൻ ഒരുക്കിയ പ്ലോട്ട്, അത് ശരിക്കും ഇറാന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള വിലയിരുത്തലാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇറാന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇല്ല, പക്ഷേ അവർ പ്രോക്സിസിനെ വെച്ചിട്ട് അതിന് ശ്രമിച്ചതായിട്ടുള്ള ചില രേഖകൾ കണ്ടെത്തിയതായിട്ടാണ് അതിനകത്ത് പറയപ്പെടുന്നത്. അതിൽ വേറൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ് 1 അഥവാ ട്രംപിന്റെ പ്രൈവറ്റ് ജെറ്റ് ഈ രീതിയിൽ എന്തെങ്കിലും ഒരു ആക്രമണം നടത്താൻ പറ്റുമോ എന്നുള്ള നിലയിലാണ് ശരിക്കും പറഞ്ഞാൽ അവർ പ്രോക്സികളെ അവർ നിയമിച്ചിരുന്നത്. അപ്പൊ അത് സാഹചര്യവശാൽ പാളിപ്പോവുകയാണ് ചെയ്തത്. ഇറാന്റെ ന്യൂക്ലിയർ ഡീല് റദ്ദാക്കി കളഞ്ഞത്. ഒബാമ കൊടുത്തൊരു ഓഫർ ഉണ്ടായിരുന്നല്ലോ, കുറെ പൈസയൊക്കെ മേടിച്ചിട്ട് ഒബാമ ഒരു ന്യൂക്ലിയർ ഡീല് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇറാനിന്. അപ്പൊ അത് ട്രംപ് വന്ന ഉടനെ ക്യാൻസലാക്കി. അതുപോലെ തന്നെ ഇറാന്റെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സയന്റിസ്റ്റിനെ സിറിയയുടെ ഉള്ളിൽ വെച്ച് തട്ടിയത് ഈ ട്രംപ് ഇരുന്ന സമയത്താണ്. അപ്പൊ അതുകൊണ്ടൊക്കെ ചില വാശിയും വൈരാഗ്യങ്ങളൊക്കെ ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹെസിറ്റേഷൻ. അപ്പൊ എന്തായാലും ഇത് ഏത് നിലയ്ക്ക് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജർമ്മനി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് ഇറാനും US-നും ഇടയിലുള്ള ഡിപ്ലോമസിക്ക് ഞങ്ങൾ വേണമെങ്കിൽ രണ്ടുപേരുടെ ഇടയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിക്കാം എന്നുള്ള നിലയിലുള്ള ഒരു മുന്നൊരുക്കം. അത് വേറൊന്നും കൊണ്ടല്ല, ജർമ്മനിക്ക് തന്നെ ഓൾറെഡി പേടിയുണ്ട്. ഗ്രീൻലാൻഡിന്റെ പേരും പറഞ്ഞ് ഓൾറെഡി തന്നെ യൂറോപ്യൻ യൂണിയൻ ഇടഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഏത് നേരത്തും ട്രംപിന്റെ ഒരു സാങ്ഷൻസ് അങ്ങോട്ടും കൂടെ വരാം എന്നുള്ള അവസ്ഥയിലാണ് ഉള്ളത്. അതിന്റെ ഇടയ്ക്കാണ് ജർമ്മനി ഇങ്ങനെ ഗ്യാപ്പിൽ ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയും നോക്കി നടക്കുന്നത്. അങ്ങനെയാണ് ജർമ്മനി ഒരു പ്രപ്പോസൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തന്നെ അതിനെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ജർമ്മനിയെക്കാളും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഒരുപാട് ഉണ്ട് അമേരിക്കയുടെ കയ്യിൽ. ഇറാനുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വേറെ രാജ്യത്തിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ട്രംപ് തന്നെ പലപ്പോഴായിട്ട് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കലാണ് പതിവ്. ആയത്തുള്ള ഖമനേയി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് കൊലകൊമ്പനായാലും ഏത് താഴെക്കടയിലുള്ളവന്റെയും കാലിൽ വീഴാൻ ഇറാനിന് ഒരു മടിയില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ പോയി നിരുപാധികം അങ്ങ് വീണോളും. അപ്പൊ അതുകൊണ്ട് ആരും നെഗോഷിയേഷന് പോകേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ട്രംപിന്റെ ഒരു സാങ്ഷൻ ഒക്കെ വന്ന സ്ഥിതിക്ക് ഇറാൻ ഒരു ത്രെട്ട് അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് എന്ന് പറഞ്ഞ ആ ഒരു കടലിടുക്ക്, അപ്പൊ അത് ഇറാന് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അവിടെ ഒരു ഷിപ്പിംഗ് റൂട്ടും ഒരു ട്രാൻസ്പോർട്ടേഷനും നടക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് അതിനെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും എന്നാണ് ഇറാൻ ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്, ഒരു പരിധിവരെ അവർക്ക് അത് ചെയ്യാൻ കഴിയും. പിന്നെ ആൾക്കാരൊക്കെ വേറെ റൂട്ടിൽ പോകേണ്ടി വരും, ഒരുപാട് എക്സ്പെൻസീവും അതുപോലെ ഒരുപാട് രാജ്യങ്ങളുടെ ഇൻഫ്ലേഷൻ കൂട്ടുന്ന പരിപാടിയുമാണത്. അത് ഇറാൻ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അതൊരു തിരിച്ചടിയാവും എക്കണോമിക്കലി. ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. ഇറാനെ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ബോംബുള്ള ഒരു രാജ്യമായിട്ട് മാറാൻ ഇസ്രായേൽ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇറാനെ ഒരു ന്യൂക്ലിയർ ഡീലിൽ കൊണ്ട് എത്തിക്കാനുള്ള കൃത്യമായി ചാർട്ട് ചെയ്ത ഒരു ആക്ഷൻ പ്ലാൻ, ഒരു പദ്ധതിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വേറൊന്നുമില്ല, ഇറാനെ ഒരു സൈഡിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ സൗദിയെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത്. ഇവ സൗദി എല്ലാ കാര്യങ്ങൾക്കും ഓക്കെയാണ്, അമേരിക്കൻ ചേരിയിൽ വളരെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു ഇറാന് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സൗദിയെയും കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത്. നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത്, നേരിട്ട് കയറി അടിച്ചാൽ പോരെ എന്ന് വരെ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ നേരിട്ട് കയറി അടിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ബാലൻസ് നഷ്ടപ്പെടുകയാണ്. പിന്നെ ഈ ഒരു സുന്നി രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഡോമിനേറ്റ് ചെയ്തിട്ട് അവർ കൂടുതൽ ഡിമാൻഡ് ചെയ്ത് തുടങ്ങും. പിന്നെ ആ ഡിമാൻഡിന് അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ട്രംപിന്റെ ഒരു ഡിപ്ലോമസി, ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്ലാൻ വളരെ വ്യക്തമാണ്. ഇറാന്റെ ഉള്ളില് IRGCയുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ഒരു ന്യൂസ് പേപ്പർ
അവര് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, പെസസ്കിയാൻ, ഇറാനിയൻ പ്രസിഡന്റ് പെസസ്കിയാന്റെ റെസിഗ്നേഷൻ വളരെ വൈകാതെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. കാരണം വേറെ ഒന്നുമില്ല, ഈ പെസസ്കിയാൻ എന്ന് പറയുന്ന ആള് കുറച്ചുകൂടെ ഒരു മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. അതായത് ഒരുപാട് മോഡേൺ അല്ല, തൽക്കാലം ഖമനിയേക്കാളും ബെറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇസ്ലാമിക് റെജീം എന്ന് പറഞ്ഞ ആ ഒരു IRGCയിൽ ഇരുന്ന് വരുന്ന ആ ഒരു പോളിസികളെക്കാളും ഈ ശരീഅത്ത് ലോയിൽ അത്രയും ഉറച്ചു നിൽക്കാതെ കുറച്ചൊക്കെ ലിബറലിസം കൊടുക്കാം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പെസസ്കിയാൻ. അയാൾക്ക് ഈ ഒരു മഹ്സ അമിനി എന്ന് പറഞ്ഞ ആ ഒരു ലേഡിയുടെ ഒക്കെ ആ ഒരു വിഷയങ്ങളിൽ വളരെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പെസസ്കിയാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഖമനേയി ഭരണകൂടവും അവരുടെ നിലപാടുകളുമായിട്ട് കൂടുതൽ യോജിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, പലപ്പോഴും ഫേക്ക് ആയിട്ട് നിലനിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു പെസസ്കിയാൻ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സ്വമേധയാ രാജിവെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റ് തന്നെ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതാൻ പറ്റുന്നത്. ഞാൻ കാണിക്കുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാല് ഖാർഗ് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലമാണ് ഇറാന്റെ ഈ ഒരു ദ്വീപ്. ഈ ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലീഗലായിട്ട് ഓയിൽ ട്രേഡ് ചെയ്യുന്ന കംപ്ലീറ്റ് സംഭവങ്ങൾ ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഇതെല്ലാം ഇസ്രായേൽ കൃത്യമായിട്ട് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇറാന്റെ മേളിൽ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഒരു അവസരം കിട്ടുന്നെങ്കിൽ ഈ ഒരു പ്ലേസും കൂടെ ഇസ്രായേൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഇറാന്റെ ഉള്ളിൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള റിലീജിയൻ, പ്രത്യേകിച്ച് ബാഹായ്, അതേപോലെ ക്രിസ്ത്യൻസ്, ഇങ്ങനത്തെ ചില മൈനോറിറ്റി ആൾക്കാരെയൊക്കെ നിരുപാധികം വധിക്കുന്ന ഒരു ഹോബി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ ദിവസേന വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇന്നലെ ഖമനേയും ഹമാസ് ലീഡറും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നുള്ളതാണ്. ഇനി അഥവാ ഖമനേയ്ക്ക് എങ്ങാനും US ഒരു മീറ്റിങ്ങിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ള തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഹമാസിന്റെ കാര്യം കൂടെ സൂചിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഹമാസിന്റെ ലീഡർ അവിടെ പോയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ അഥവാ എങ്ങാനും ഇനിയിപ്പം പെട്ടെന്ന് മനസ്സ് മാറി US ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നുവെങ്കിൽ ഹമാസിന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം എന്ന് പറയാനാണ് അവിടെ പോയതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒന്നുമല്ല, ഈ ഗാസയിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഗാസ ഏറ്റെടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഹമാസിനൊരു താല്പര്യമുണ്ട് US ഡയറക്റ്റ് ആയിട്ട് ഒന്ന് നെഗോഷിയേറ്റ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു രീതി ഒന്ന് ഒരു റെക്കമെൻഡേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ പോയതാണ്. അതായത് നമ്മുടെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു നെഗോസിയേഷന് വരുന്ന ഏരിയയിൽ ഖത്തറിലാണ് മീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ അവിടെ ഹമാസിന്റെ ഓൺ താല്പര്യങ്ങൾ അവിടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ഖത്തറും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ നെഗോസിയേഷന്റെ ചർച്ചകൾ മാത്രമേ ഖത്തർ ടേബിളിൽ നടക്കുകയുള്ളൂ, അല്ലാതെ അനാവശ്യമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ US റെപ്രസെന്റേറ്റീവ് ഒന്ന് ഇരിക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ പ്രതിനിധികളും മൊസാദിന്റെ ചീഫൊക്കെയാണ് ഇരുന്ന് അവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് US ഇവർക്ക് ഒരു ഡയറക്റ്റ് കോൺടാക്ട് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നെറ്റ്സറീം കോറിഡോറിൽ നിന്ന് IDF ട്രൂപ്പിനെ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രംപുമായിട്ട് നടത്തിയ ചർച്ചയിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന്റെ പേരിലാണ് നെറ്റ്സറീം കോറിഡോറിൽ നിന്ന് IDF വിഡ്രോ ചെയ്യുന്നത്. പക്ഷെ അതേസമയം അവിടെ US നിന്നും ആ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്നുള്ള ഒരു ഫോഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവര് സിമിലർ ടു IDF തന്നെയാണ്. അതിനെക്കുറിച്ച് തന്നെ പിന്നെ ഹമാസിന്റെ ഉള്ളിലായാലും ഗാസയ്ക്കുള്ളിലായാലും ഈ ഒരു പ്രൈവറ്റ് ഫോഴ്സ് അവിടെ ഉള്ളതിനെ കുറിച്ച് തന്നെ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, ചില മുറുമുറുപ്പുകളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇത് സിമിലർ ടു IDF ആണെന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ അവിടെ പുറത്തു വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അത് IDF ബന്ധപ്പെട്ടില്ലെങ്കിലും US നിന്നുമുള്ള ഒരു ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരൊക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. എക്സ് ആർമി പേഴ്സണൽ ആയിട്ട് US വർക്ക് ചെയ്തിരുന്ന ആൾക്കാരെയാണ് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് IDF ധൈര്യപൂർവ്വം അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നത്. IDF വിഡ്രോ ചെയ്ത സ്ഥിതിക്ക് സദൻ ഇസ്രായേലിൽ കുറച്ച് സെക്യൂരിറ്റി കൂടുതൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ നോർത്തേൺ ഗാസ ഭാഗത്ത് ഇപ്പോൾ ആൾക്കാർ ഇരച്ചു കയറി പോകുന്നുണ്ട്, അതിന്റെ കൂടെ ഹമാസ് തീവ്രവാദികളും കൂടെ പോകും. ഈ ഒരു സദൻ ഗാസ ഭാഗത്തിൽ നിന്നാണ് ഈ ആക്രമണം ഇവന്മാരെ ഒക്ടോബർ 7 അഴിച്ചുവിട്ടത്. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിലുള്ള വിലയിരുത്തൽ. പക്ഷെ അത് ഉടനെ അങ്ങനെ ഒരു ആക്രമണം ഒന്നും ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഹമാസിന് അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ അവന്മാർ വരട്ടെ, അപ്പൊ അതിനുശേഷം ഇസ്രായേൽ എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പൊ അത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറുന്നത്. നിനക്ക് അത്ര ധൈര്യമുണ്ട്, ഇനി വീണ്ടും ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്, അപ്പോഴല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് കാര്യങ്ങൾ. അപ്പൊ അത് രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇസ്രായേൽ അവിടെ നിന്ന് ട്രൂപ്പിനെ പിൻവലിച്ചിരിക്കുന്നത്. നെറ്റ്സറീം കോറിഡോറിന്റെ ഭാഗത്ത് വലിയ മാസ് ഗ്രേവ് യാർഡ്സ് ആണ് അവിടെ ഉള്ളത്. കുഴിയൊക്കെ മാന്നുമ്പോഴത്തേക്കും ഒരുമിച്ചാണ് ആൾക്കാരെ ബറി ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ടെന്നുള്ളതാണ് ഇത് പാലസ്തീനിയൻ ക്രോണിക്കിളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാസമായിട്ട് അവിടെ ആൾക്കാരെ ഒരുമിച്ച് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്രായേലിന് ഈ ഒരു ആദ്യഘട്ട വെടിനിർത്തൽ കരാറിൽ ഇനി ഒരു 17 ബന്ദികളെയും കൂടെ വിട്ട് കിട്ടാനുണ്ട്. അതിനകത്ത് ഇൻക്ലൂഡിങ് ആ ഒരു 2 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു ലിസ്റ്റാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ ഇവരെയും കൂടെ എത്രയും വേഗം റിലീസ് ചെയ്യാനുള്ള മാർഗമാണ് അടുത്ത ഫേസിലേക്കുള്ള ചർച്ച മുന്നോട്ട് പോകാൻ ഈ ഒരു 17 പേരുടെ റിലീസും കൂടെ വളരെ നിർണായകമായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 17 പേര് സേഫ് ആയിട്ട് റിലീസ് ആവുന്ന മുറയ്ക്ക് അടുത്ത ഫേസിലേക്ക് ഒരു പ്രശ്നമില്ലാണ്ട് മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ
അവിടെ പല രീതിയിലുള്ള ഹഡൽസ് അഥവാ തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. IDF നെറ്റ്സരീം കോറിഡോറിൽ നിന്ന് പിൻവലിഞ്ഞ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ നോർത്തേൺ ഗാസ ഭാഗത്ത് എക്സാക്ട്ലി ബോർഡറിന്റെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ കയറി വന്ന ആൾക്കാർ, അതായത് അവിടെ 1.5 കിലോമീറ്റർ ആണ് ബഫർ സോൺ പറഞ്ഞിരിക്കുന്നത്. യുവമാർ ഈ ബഫർ സോണും കടന്നങ്ങ് വരികയാണ്. അപ്പൊ അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടായി. ആ വെടിവെപ്പിൽ 3 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ പറഞ്ഞതാണ്, നിങ്ങൾ 1.5 കിലോമീറ്റർ ബഫർ സോൺ തന്നു കഴിഞ്ഞാൽ ആ ബഫർ സോണിന്റെ ഉള്ളിൽ നിൽക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ബഫർ സോൺ കടന്നു വന്നു കഴിഞ്ഞാൽ അത് സീസ് ഫയർ വയലേഷൻ ആണ്. അങ്ങനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേൽ നിരുപാധികം വെടിവെക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വെടിവെപ്പ് നടന്നു, 3 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് വാർത്ത. ഡമസ്കസിൽ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഹമാസിന്റെ വെപ്പൺ സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പോ അവിടെ ഉണ്ടെന്ന് കണ്ടെത്തി. ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയ പാടെ, മൊസാദിന്റെ ഇൻഫർമേഷൻ ആയിരുന്നു, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആ ഭാഗത്ത് നടത്തി ആ ഒരു ഡിപ്പോ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. പിന്നെ ചില വിദഗ്ധർ വിലയിരുത്തുന്നത് ട്രംപിന്റെ ഈ ഒരു ഗാസ ഏറ്റെടുക്കൽ പ്ലാൻ അത് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യ ഇസ്രായേൽ നോർമലൈസേഷനിൽ കൊണ്ടുവന്ന് എത്തിക്കും. ആ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഇത്രമാത്രം പ്രഷർ ഇട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതായിട്ട് പല അനലിസ്റ്റുകളും പറയുന്നത്. പലരും പല രീതിയിലുള്ള അനാലിസിസ്, എവറി ഡേ ഡിഫറെന്റ് അനാലിസിസ് ആണ് പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തൽക്കാലം നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇതിനെ ചൊല്ലി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ ഇനി ഫർദർ ഡെവലപ്മെന്റ്സ് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള നെഗോസിയേഷന് ശേഷം മാത്രമേ ഇനി കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പുറത്തു വരുള്ളൂ. വെസ്റ്റ് ബാങ്കിൽ IDF നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. 2 ആണുങ്ങളും 1 ലേഡി, പ്രഗ്നന്റ് വുമൺ എന്നാണ് പറയുന്നത്. തീവ്രവാദികൾക്കെതിരെ നടത്തിയ ഒരു ആക്രമണത്തിനിടയിലാണ് ഇവർ കൊല്ലപ്പെട്ടതായിട്ട് വാർത്ത വരുന്നത്. ഇറാന്റെ റിബൽ ഗ്രൂപ്പ്, ഇറാനെതിരെ ആഗോളതലത്തിലുള്ള ഇറാനിയൻ നാഷണൽസ് തന്നെ ഇറാൻ രാജ്യം വിട്ട് പുറത്തുപോയി താമസിക്കുന്ന ആൾക്കാർ, ജർമ്മനി ഉൾപ്പെടെ ഫ്രാൻസ് ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ പാരീസിൽ ഒത്തുകൂടി ഇറാൻ ഗവൺമെന്റിനെതിരെ പാരീസിൽ വെച്ചിട്ട് ഒരു പ്രതിഷേധം, ഏതാണ്ട് 6000 പേരിലധികം പങ്കെടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്രയും പേര് ഒരു പ്രൊട്ടസ്റ്റ്, ഇറാന്റെ ഉള്ളിൽ ഒരു പ്രൊട്ടസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവർ അതിനെ ചൊല്ലി തന്നെയാണ് ഈ ഒരു പ്രക്ഷോഭം പാരീസിൽ നടത്തിയത്. അത് നടത്തിയിട്ട് അവർ പറഞ്ഞത്, ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സർക്കാർ, അതായത് ഈ ഒരു ഭരണകൂടം, ഈ ഒരു ഇസ്ലാമിക് റെജീം, ഈ ഒരു ഇറാനിയൻ ഭരണകൂടത്തിനെ അട്ടിമറിക്കണം എന്നുള്ള നിലയിലുള്ള ആഹ്വാനങ്ങളാണ് അവർ ഒട്ടാകെ ഈ ഒരു പ്രതിഷേധത്തിൽ വിളിച്ചു കൂവിയതും അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഹോർഡിങ്സ് ആണ് അവർ കയ്യിൽ പിടിച്ചിരുന്നത് തന്നെ. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു കൊലപാതകങ്ങൾ, ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ, ആൾക്കാരെ തൂക്കിക്കൊല്ലുക, ഇമാതിരിയുള്ള പ്രവർത്തികൾക്കൊക്കെ എതിരെയാണ് അവർ പ്രതിഷേധിച്ചത്. ശരിക്കും ഒരു ഡെമോക്രാറ്റിക് ഭരണം അവിടെ വേണം. അത് ഈ ഖൊമനയുടെ കീഴിൽ വേണ്ട. ഈ ഒരു റെജീം, ഇസ്ലാമിക് റെജീം മാറിയിട്ട് ഒരു പ്യൂർ ഡെമോക്രാറ്റിക് വേണം എന്നാണ് അവരുടെ ആവശ്യം. ഇന്ത്യ ഇസ്രായേലുമായിട്ട് ഏതാണ്ട് $340 മില്യൺ ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ 70 മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വാർഷിപ്പിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 70 മിസൈൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇത് ഏതാണ്ട് 27.6 ബില്യൺ ഇന്ത്യൻ റുപ്പി വരും ഏകദേശം, ഈ $340 മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ റുപ്പീസിലാണ് നടത്തുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾ ഡീഡോളറൈസേഷനെ ഓപ്പൺ ആയിട്ട് അംഗീകരിക്കുന്നില്ല, ബ്രിക്സിലൂടെ അതിനെ നമ്മൾ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നില്ലെങ്കിലും നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ റുപ്പീസിലാണ് ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇന്ത്യ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണോ കൃത്യമായിട്ട് അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെ ചില പർട്ടിക്കുലർ വിഷയങ്ങളാണ്. ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നത് ഇന്ത്യ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന സ്റ്റേറ്റ്മെന്റും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രേക്ഷകരായ നിങ്ങൾ തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 കാര്യങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത്. നമ്മുടെ ചന്ദ്രയാൻ 3 ഇല്ലേ, ഈ ചന്ദ്രയാൻ ലാൻഡ് ചെയ്ത ആ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 3.7 ബില്യൺ ഇയേഴ്സ് ഓൾഡ് എന്നാണ് പറയുന്നത്. അത്രയും പഴക്കമാർന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. ഏകദേശം ഭൂമിയിൽ ലൈഫ് ഫോമായി വരുന്ന ആ ഒരു കാലഘട്ടത്തിനോട് ചേർന്ന ഒരു ടൈം ലൈൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ 4Xും പാകിസ്ഥാന്റെ 4Xും, പാകിസ്ഥാൻ തന്നെയാണ് ഇന്ത്യയെ കുറിച്ച് വെപ്രാളവും വേവലാതിയും പെടുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ സങ്കടമൊന്നുമില്ല. പാകിസ്ഥാന്റെ 4X എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 മില്യൺ ആണ്. ഇന്ത്യയുടെ 4X ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $640 ബില്യൺ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് നിശ്ചിത തോതിലുള്ള സ്വർണ്ണശേഖരവും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് 704.88 ബില്യൺ ഫോറിൻ കറൻസി റിസർവ് നമ്മൾ ഹൈ ലെവലിൽ അച്ചീവ് ചെയ്തിരുന്നു എന്നുള്ളത് നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം കൂടിയാണ്. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വർഷം നമ്മൾ നല്ല രീതിയിലുള്ള തുടക്കം തന്നെയാണ്. തീർച്ചയായിട്ടും അടുത്ത ഫിസിക്കൽ ഇയറിൽ 4Xൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ അച്ചീവ്മെന്റ് നേടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഇപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയാലും ഇപ്പം റിപ്പോ റേറ്റിലായാലും സെൻട്രൽ ഗവൺമെന്റ് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ പരമാവധി നമ്മൾ ഫോറിൻ റിസർവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
റുപ്പി ട്രാൻസാക്ഷൻ ആണ് മാക്സിമം നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് പല സാഹചര്യങ്ങളിലും. ഏത് രാജ്യവുമായിട്ട് ഡീൽ വന്നാലും നമ്മൾ ആദ്യമായിട്ട് റുപ്പി ട്രാൻസാക്ഷൻ നടക്കുമോ എന്നുള്ളതും കൂടെ നമ്മൾ ഒരു ഓപ്ഷണലായിട്ട് ചോദിക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ഗവൺമെന്റ് കീൻ ഓൺ ഫോക്കസ് ടു ഇൻക്രീസ് ഫോറക്സ് റിസർവ് ആൻഡ് ആൾസോ ഗോൾഡ്. പിന്നെ വളരെ ക്വിക്കായിട്ട് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വേറെ ഒന്നുമില്ല, ബംഗ്ലാദേശിൽ ഒരു ചെറിയ തരികിട പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതായത് ബംഗ്ലാദേശിൽ ലാസ്റ്റ് മിനിറ്റിൽ കിടന്ന് ഒരു ചക്രശ്വാസം വലിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം യൂനസ് നിൽക്കുന്നത്. യൂനസ് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത് തുർക്കി, പാകിസ്ഥാൻ, ഈ രണ്ട് രാജ്യങ്ങളാണ്. ചൈന ബാക്കപ്പിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ഒരുപാട് തീവ്രവാദികളെ ഇറക്കിവിടാനാണ് പാകിസ്ഥാൻ പദ്ധതി ഇടുന്നത്, ഇൻക്ലൂഡിംഗ് ഹമാസ് ഉൾപ്പെടെയുള്ള ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള മെയിൻ ഹെഡ് തീവ്രവാദികളെല്ലാം തന്നെ അവിടെ വന്ന് സംഘടിക്കുന്നുണ്ട്. അവർ ആർക്ക് വേണേലും വന്ന് കയറി ഇറങ്ങി പോകാന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ബംഗ്ലാദേശ് ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ത്രെട്ടാണ്. അതൊരു സൈഡിൽ ഇരിക്കട്ടെ, തുർക്കിക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞു കളയാം. കാരണം തുർക്കിക്ക് ഉള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ, തുർക്കിക്ക് ഇന്ത്യയോടുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കശ്മീരിൽ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തത് തുർക്കിക്ക് താല്പര്യപ്പെട്ടില്ല. അന്ന് പാകിസ്ഥാന്റെ ഒപ്പമാണ് തുർക്കി നിന്നത്. അതുകൊണ്ട് തന്നെ തുർക്കി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ UN ഇന്ത്യക്കെതിരെ ശബ്ദിക്കുകയാണ് ചെയ്തത് തുർക്കി. ഈ തായ്യബ് എർദോഗൻ ചെയ്ത പരിപാടി അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അതിനെ ചൊല്ലിയാണ് തുർക്കിയുമായിട്ടുള്ള പല ബന്ധങ്ങൾ നമ്മൾ കട്ട് ചെയ്തത്. അതിനുശേഷം സംഭവിച്ചത് G20 നമ്മൾ ഐമാക് കോറിഡോർ പ്രഖ്യാപിച്ച സമയത്ത് തുർക്കിയെ നമ്മൾ അതിനകത്ത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല. നമ്മൾ അതിന് പകരം തുർക്കിക്കെതിരെ നിൽക്കുന്ന ഗ്രീസ്, തുർക്കിയും ഗ്രീസുള്ള പ്രശ്നം അറിയാമല്ലോ, സൈപ്രസ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്ററേനിയനിൽ കിടക്കുന്ന ആ ഒരു ദ്വീപിനെ തുർക്കി കൈയടക്കി വെച്ചിരിക്കുകയാണ്, പകുതി സ്ഥലം. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് സൈപ്രസുകാരുടെ ആ ഒരു സോവറനിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് ഗ്രീസ്. ഗ്രീസിന് സൈപ്രസ് ആവശ്യമില്ല, പക്ഷേ ഗ്രീസിന്റെ നിലപാട് സൈപ്രസിൽ നിന്നും തുർക്കി പിൻവാങ്ങണം എന്നാണ്. ഇന്ത്യ ഐമാക് കോറിഡോറിനെ ഈ ഒരു ഗ്രീസുമായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചത് തുർക്കിക്ക് താല്പര്യപ്പെട്ടില്ല. തുർക്കിയിൽ കണക്ട് ചെയ്ത് യൂറോപ്പിലേക്ക് വിടാം, അതുകൊണ്ടാണ് തുർക്കി ഇല്ലാതെ എന്ത് ഐമാക് കോറിഡോർ എന്നാണ് പറഞ്ഞിട്ട് എർദോഗൻ പോയത്. പക്ഷേ എർദോഗനെ നമ്മൾ മനഃപൂർവ്വം തന്നെയാണ് ഇതിനകത്ത് ചേർക്കാത്തത് ഈ ഒരു കോറിഡോർ പദ്ധതിയിൽ. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യക്കിട്ട് എവിടെയെങ്കിലും താങ്ങാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തയ്യബ് എർദോഗൻ ഈ ഒരു ബംഗ്ലാദേശിന്റെ ഉള്ളിൽ വന്ന് കയറി കളിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിന്റെ അടപ്പൂരുന്ന രീതിയിൽ യുഎസിനെ പുറത്താക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അമേരിക്കയിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല പറഞ്ഞിരിക്കുന്നത്, ട്രംപിന്റെ മകൻ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോ 2-3 ദിവസം കൊണ്ട് ഇന്ത്യൻ ഒറിജിനുള്ള കാഷ് പട്ടേൽ അവിടെ FBI ഡയറക്ടർ ആവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അയാൾ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ ഒരു കേസ് അവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെടും. അത് വേറൊന്നുമല്ല, ഈ ഒരു US എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, ഈ ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷൻ ഈ യുഎസിന്റെ ഗ്രാമീൺ ബാങ്ക് എന്ന് പറഞ്ഞ ഗ്രാമീൺ അമേരിക്ക എന്ന് പറഞ്ഞ ആ ഒരു NGO സംഘടനയ്ക്ക് ഹിലരി ക്ലിന്റന്റെ റെസ്പോൺസിബിലിറ്റിയിൽ അവരുടെ ഇൻഫ്ലുവൻസിൽ US എയ്ഡിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? യുഎസിന്റെ NGO സംഘടനയ്ക്ക്. ഈ NGOക്ക് പൈസ കൊടുക്കുന്നതിനാണല്ലോ ഈ ഒരു USA എയ്ഡ് ഇത്രമാത്രം കിടന്നിപ്പോ ചോദ്യചിഹ്നത്തിൽ ഇത്രയും മാത്രമേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വിഷയമാണ് ഏറ്റവും കൂടുതൽ നിർണായകമായ വിവരം യുഎസിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പൊ യുഎസ് ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാല് മണി ലോണ്ടറിങ്, ഇത് തന്നെയാണ്. പൈസ വെളുപ്പിച്ചിരിക്കുകയാണ്. ഈ പൈസ വെളുപ്പിച്ച കേസ് കുത്തിപ്പൊക്കി ഇപ്പൊ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈ പൈസ വെളുപ്പിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാല് US എയ്ഡിൽ നിന്നും പൈസ എടുത്ത് യുഎസിന്റെ NGO സംഘടന മേടിച്ചിട്ട് ആ NGO സംഘടനയിൽ നിന്നും ഹിലരി ക്ലിന്റൺ ഫൗണ്ടേഷന് യുഎസ് ഡൊണേഷൻ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് യുഎസിന്റെ NGO സംഘടന ക്ലിന്റൺ ഫൗണ്ടേഷന് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഹിലരി ക്ലിന്റന് വേണ്ട പൈസ USA എയ്ഡിൽ നിന്നും യുഎസിനെ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ച് യുഎസിനും കിട്ടിയിട്ടുണ്ടാവും ചില നക്കാപ്പിച്ച. അപ്പൊ അത് എടുത്തോണ്ടാണ് ഇയാൾ കിടന്ന് ഇത്രമാത്രം ഷോ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഫ്രോഡ് കാണിക്കുന്ന ആളിനെയാണ് അവിടെ നിന്ന് കെട്ടി ഇറക്കി നൂലില് ഇവിടെ ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ ഉള്ളിൽ അൺസർട്ടനിറ്റി ആണ്. പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരും ആരും തന്നെ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം അവിടെ പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാരെല്ലാം ഈ പോലീസ് ഡെസിഗ്നേഷനുള്ള MT, SP, DSP, IG, DIG ഈ പൊസിഷനിലുള്ള ആൾക്കാർ ആരും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ നല്ല രീതിയിലുള്ള ഒരു കലാപം ഉണ്ടായി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് യുഎസ് ഇന്നലെ മിനിഞ്ഞാന്ന് പോലും അനൗൺസ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് നിങ്ങൾ ആരും തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യരുത്, വീടുകൾ കത്തിക്കരുത്. ഷെയ്ഖ് ഹസീനയുടെ വീട് കത്തിച്ചതിനൊക്കെ എതിരെയാണ് പുള്ളി സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അവിടെ സംഗതി ആകെ അൽക്കുൽത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൈസ യുഎസിൽ നിന്ന് മോട്ടിച്ചതിന്റെ പേരിൽ പൊന്തി വരുന്ന കമ്പനികളുടെ പേരെന്ന് പറഞ്ഞാൽ ക്ലിന്റൺ ഫൗണ്ടേഷൻ, ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്, ഗ്രാമീൺ അമേരിക്ക. ഈ ഗ്രാമീൺ അമേരിക്ക യുഎസിന്റെ NGO ആണ് കേട്ടോ. ഈ ഗ്രാമീൺ അമേരിക്ക എന്ന് പറഞ്ഞത് യുഎസിന്റെ പദ്ധതിയാണ്. അപ്പൊ ഇങ്ങനെ ഈ ക്ലിന്റനും യുഎസും കൂടെ ചേർന്ന് നടത്തിയ ഈ ഒരു പദ്ധതി, ഹിലരി ക്ലിന്റൺ ഈ യുഎസും കൂടെ ചേർന്ന് നടത്തിയ ഈ ഒരു ബംഗ്ലാദേശ് പദ്ധതി മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് എത്രയും വേഗം ഈ കാഷ് പട്ടേൽ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ എടുക്കുന്ന ആക്ഷൻ ഈ ബംഗ്ലാദേശിനെതിരെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ യുഎസ് എവിടേക്ക് ഓടി രക്ഷപ്പെടണം എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പുറത്ത് പറഞ്ഞിട്ടില്ല, ഇത് എത്രയും വേഗം പൊട്ടി പുറപ്പെടും വെളിയിലോട്ട്. ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ്
ഈ അവാമി ലീഗ് 18-ാം തീയതി വരെ, ഫെബ്രുവരി മാസം 18-ാം തീയതി വരെ ഞങ്ങൾ പ്രക്ഷോഭം നടത്തും എന്നുള്ള നിലയിൽ ഒരു ആഹ്വാനമൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഏകദേശം ബംഗ്ലാദേശിൽ യൂനസിന്റെ കാലാവധി അവസാനിക്കാറായി. ബംഗ്ലാദേശിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുന്നത് ഇന്ത്യക്ക് നല്ലതല്ല. കാര്യം 16 കോടി ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇരച്ചു കയറും ആൾക്കാർ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അവിടെ ശരിക്കും പറഞ്ഞാൽ സമാധാനപൂർവ്വം കാര്യങ്ങൾ നടക്കണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശിനെ നശിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ ചെന്ന് എന്തെങ്കിലും കാണിക്കണമെന്നോ അവിടെ ഡോമിനേറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെ പിടിച്ചടക്കണമെന്നോ നമുക്ക് ഒരു ആഗ്രഹമില്ല എന്നുള്ളതാണ്. പക്ഷെ അവന്മാര് മര്യാദയ്ക്ക് ഇരുന്ന് ജീവിച്ചാൽ മതി. ചില മതപരമായ ആശയങ്ങളൊക്കെ കൊണ്ട് ഇന്ത്യക്കുള്ളിൽ കയറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പണി കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.